ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പും വൻപയറും വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ. ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു വാഴക്കൂമ്പും 1 കപ്പ് വൻപയറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വൻപയർ 5 മണിക്കൂർ മുന്നെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമുക്ക് വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞതിന് ശേഷം കറ പോവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഞാൻ കുക്കറിലേക്ക് കുതിർത്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കുകയാണ്. വൻപയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. 2 വിസിലാണ് കൊടുക്കേണ്ടത്. എയർ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ വെള്ളമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വെച്ച് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലപോലെ ചൂടായി വരണം. അതിനുശേഷമാണ് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച വാഴക്കൂമ്പും വൻപയറും ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ തേങ്ങ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച വാഴക്കൂമ്പും വൻപയറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പും വൻപയറും വെച്ചിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉപ്പേരി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കിനും ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.